എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷെഫ് പിള്ള സാറിൻ്റെ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള ഫിഷ് നിർവാണ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് നാളുകളായിട്ട് ഇത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വാഴയിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വെള്ള ആവോലിയാണ്. ഒരു വലിയ മീനാണ്, വരഞ്ഞു വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആദ്യം തന്നെ ഈ മീൻ നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടിയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് വേണം. പകുതി നാരങ്ങയാണ്, അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. അരി ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു മസാല പേസ്റ്റ് ആക്കണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ആവോലി അതുപോലെ നെയ്മീൻ, കരിമീൻ ഒക്കെ ഇത് വെച്ചിട്ട് എടുക്കാം. പിന്നെ അതുപോലെ അയല ഒക്കെ എടുക്കാവുന്നതാണ്. ഇന്ന മീനൊന്നും ഇല്ല, ഏത് മീൻ വെച്ചിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു 30 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കിട്ടും. അപ്പോൾ നമ്മൾ മീൻ ഇവിടെ മസാല പുരട്ടി ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. തിരിച്ചു മറിച്ചു വിട്ട് ചെറു തീയിലിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ മുഴുവനായിട്ടങ്ങ് കരിച്ച് കുക്ക് ചെയ്യണമെന്നില്ല, ചെറുതായിട്ട് ഒന്ന് വേവണം. അതേസമയം 2 സൈഡും ഒന്ന് മൊരിഞ്ഞു വരണം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ മീൻ ഇവിടെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളൊരു ചട്ടി എടുക്കുക. ചട്ടി എന്ന് പറയുമ്പോൾ മൺചട്ടിയോ ഇതുപോലുള്ള കുഴിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു വാഴയില എടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള വാഴയില എടുക്കണം. വാഴയില നമ്മൾ ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്കൊന്ന് നമ്മൾ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വാഴയിലയിൽ ആണ് നമ്മളിനി മീൻ വേവിക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ താഴെ ഒന്ന് ഒഴിക്കാം. ഇതിലേക്കാണ് നമ്മളിനി മീൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഈ വാഴയിലയിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. മീനിങ്ങനെ മുഴുവനെ ഇടണം എന്നില്ല, നിങ്ങൾക്ക് പീസുകളാക്കിയും ചെയ്യാവുന്നതാണ്. കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുഴുവനെ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പച്ചമാങ്ങയാണ്, പുളിക്ക് വേണ്ടിയിട്ടാണ് പച്ചമാങ്ങ ചേർക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം. അതുപോലെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. നമ്മളിവിടെ 3 എണ്ണം കീറിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു 1/2 മുറി തേങ്ങയുടെ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒരുപാട് തിൻ തേങ്ങാപ്പാലല്ല, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇതൊരു 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വരാം, അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. തേങ്ങാപ്പാൽ മീനിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് വേണം. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ നമ്മൾ തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് നിങ്ങൾ ആദ്യം തന്നെ ചേർത്തിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ്. അതിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്, കാരണം അതിൽ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. മീനിൽ ചേർത്തിരിക്കുന്ന ഉപ്പേ ഉള്ളൂ, അത് മീനിന് മാത്രമാണ്. ചാറിനും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ഗ്രേവിയൊക്കെ തിളച്ച് മീനൊക്കെ അതിൽ നന്നായിട്ട് നല്ലൊരു മണമാണ്. ഈ വാഴയില വാടുമ്പോഴുള്ളൊരു മണവും അതുപോലെ തന്നെ കറിവേപ്പിലയും മാങ്ങയും എല്ലാം കൂടെ ഉള്ളൊരു മണം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മണം തന്നെയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് നിർവാണയുടെ റെസിപ്പി, ഷെഫ് പിള്ള സാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിച്ചത്.
ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്